വെൽക്കം ടു ഫോക്കസ് സ്റ്റഡി ഫാമിലി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആ ഒരു ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ നമുക്കുള്ള ഒരു കെമിക്കൽ കൂടിയുള്ള എന്തോ ഒന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ നെയിമിൽ തന്നെ ഉണ്ട് നമുക്ക് എന്തെന്ന് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റാണ് ഈ ഇലക്ട്രോലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. ഇലക്ട്രോലൈറ്റ് എന്താണ് കുറച്ച് എക്സാമ്പിൾസുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ ഓർ അക്വസ് സ്റ്റേറ്റ് ബൈ ഫോമിങ് അയോൺസ്. അയോൺസ് രൂപീകരിച്ചുകൊണ്ട് എന്താണ് നമ്മളുടെ വൈദ്യുതിയെ കടത്തിവിടാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് അക്വസ് സ്റ്റേറ്റിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആകെ ഇവിടെ പഠിക്കേണ്ടത് ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾട്ടൺ ഓർ അക്വസ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാം. ജസ്റ്റ് ആ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളുടെ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വാട്ടർ ഫില്ല് ചെയ്തു. ഇങ്ങനെ കുറച്ച് വാട്ടറുകൾ എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. അല്ലെങ്കിൽ വാട്ടർ അല്ല, ഒരു ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തു. ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തപ്പോൾ ഉണ്ടായത്, ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ഞാൻ കറണ്ട് കടത്തി വിട്ടു. ഈ കറണ്ട് കടത്തി വിടാൻ പറ്റുന്ന ഒരാളാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിലൂടെ കറണ്ടിനെ കടത്തി വിടാൻ പറ്റുന്ന ഒരാളാണ് ആര്, നമ്മളുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമ്മളുടെ കറണ്ടിനെ കടത്തി വിടാൻ പറ്റുന്ന ഒരാളാണ് ആര്, ഇലക്ട്രോലൈറ്റ്. ജസ്റ്റ് മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു അയണിക് സോളിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? സോളിഡ്സ് ആയിട്ടുള്ള മോൾട്ടൺ സ്റ്റേറ്റിൽ എന്തുകൊണ്ട് കടത്തിവിടുന്നില്ല? വൈ ഡു അയണിക് സോളിഡ്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? എന്തുകൊണ്ടാണ് അയണിക് സോളിഡ്സ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്തത്? പക്ഷേ എന്തുകൊണ്ടാണ് മോൾട്ടൺ ആയിട്ടുള്ള ആൾക്കാർ കടത്തിവിടുന്നത് നോക്കാം. ഇൻ സോളിഡ്സിലും ദ അയേൺസ് ആർ ഫിക്സ്ഡ് ആൻഡ് കനോട്ട് മൂവ്, നോട്ട് കണ്ടക്ഷൻ. ഇൻ മോൾട്ടൺ അക്വസ് സ്റ്റേറ്റ് the ions are free to move, conduction happens. അപ്പോൾ എന്താ ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഞാനൊരു സോളിഡ് സ്റ്റേറ്റ്, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പറയുമ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ടായിരിക്കും അവരുടെ അയണുകൾ ഉണ്ടാവുക. അവർ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഫിക്സ്ഡ് ആണ്. കനോട്ട് മൂവ് ആണ്. കനോട്ട് മൂവ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. കനോട്ട് മൂവ് ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ ആര്, മോൾട്ടൺ ആയിക്കോട്ടെ അക്വസ് സ്റ്റേറ്റിലായിക്കോട്ടെ, മോൾട്ടൺ അക്വസ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും ഏകദേശം ഉണ്ടാവുക, കുറച്ച് വിട്ടുള്ള അയോൺസ് ആയിരിക്കും. ഫ്രീ ടു മൂവ് ആണ്. ഫ്രീ ടു മൂവ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് പഠിച്ചു വെക്കാം. ഫ്രീ ടു മൂവ് ആണ്. ഇനി നെക്സ്റ്റിലോട്ട് നമ്മൾ പോവാം. വാട്ട് ഈസ് എ ഗാൽവാനിക് സെൽ എന്ന് നോക്കും. എന്താണ് ഒരു ഗാൽവാനിക് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? ഒരു ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു ഗാൽവാനിക് സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 2 ബീക്കർ എടുത്തു. ആ ബീക്കറിൽ 2 നമ്മളുടെ 2 റോഡുകൾ ഞാൻ വെച്ചു. 2 റോഡ് ഒരു മെറ്റലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തത് ഒരു ഹൈ റിയാക്ടിവിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ എടുത്തു. ഇവിടെ ഞാൻ മറ്റൊരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ എടുത്തു. അപ്പോൾ ഇവിടെ നോർമലി നമ്മൾ എടുക്കേണ്ടത് ആരെയാണ്? നമ്മൾ ആദ്യത്തെ എടുക്കേണ്ടത് 2 സൈഡിലും നമ്മൾ ഓരോ മെറ്റൽ എടുക്കണം. അതിനനുസരിച്ചുള്ള ഒരു എന്തിനും കൂടി നമ്മൾ ആഡ് ചെയ്യണം, നമ്മളൊരു ഇലക്ട്രോലൈറ്റിനെയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ആരെയാണ്? നമ്മൾ സെഡിനെ എടുക്കണം. രണ്ടാമത്തത് സിയുനെ എടുക്കണം. സിയു അല്ല, കോപ്പർ, സിങ്ക്, കോപ്പർ എടുക്കണം. ഈ സിങ്കിലും കോപ്പറും ഞാൻ ആരെ ആഡ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഇലക്ട്രോലൈറ്റ്. ആ രണ്ടിൻ്റെയും സെയിം ഇലക്ട്രോലൈറ്റുകൾ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ടിലും ഇലക്ട്രോലൈറ്റുകൾ ആഡ് ചെയ്തു. ഇവിടെ സെഡൻ യൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരായിട്ട് യൂസ് ചെയ്തു? Zn SO4 ആയിട്ട് യൂസ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ മെറ്റൽ Cu ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആര് യൂസ് ചെയ്തു? CuSO4 ആയിട്ട് യൂസ് ചെയ്തു.
ഇനി നമുക്ക് ഇവിടെ തന്നുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ കൺസ്ട്രക്ഷനിൽ ഒരാളെയും കൂടി ആഡ് ചെയ്യുകയാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള 2 പേരെയും ഞാനൊരു സാധനത്തിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. നോക്കി, ഈ ഒരു മെറ്റലിനെയും അതുപോലെ തന്നെ ഈ ഒരു മെറ്റലിനെയും ഒരു ഇതിലോട്ട് കണക്ട് ചെയ്യാണ്. ഇവർ രണ്ടാളെയും ഒരു ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് എന്താണ്, വോൾട്ടാമീറ്ററിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്താണ് വോൾട്ടാമീറ്റർ. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സിങ്ക് ആണ് ഇവിടുത്തെ നെഗറ്റീവ് സൈഡ്, ഇവിടുത്തെ പോസിറ്റീവ് സൈഡ് നമ്മളുടെ CU ആണ്. ഇവിടെ എന്താണ്, കാഥോഡാണ് ഉണ്ടാകുന്നത്. കാഥോഡല്ല, ആനോഡാണ് ഉണ്ടാകുന്നത്. അത് മാറിപ്പോകരുത്, ആനോഡാണ് ഇവിടെ ഉണ്ടാവുക. എന്താണ് ആനോഡ്. നെഗറ്റീവ് സൈഡ് ഗാൽവാനിക് സെല്ലിൽ എപ്പോഴും ആനോഡ് ആയിരിക്കും, പോസിറ്റീവ് സൈഡ് എപ്പോഴും കാഥോഡ് ആയിരിക്കും ഫിക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അതിനൊരു കോഡുണ്ട്, ലോൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ലോൺ. ഇനി ഗാൽവാനിക് സെല്ലിൽ മാത്രമാണ് ലോൺ എന്നുള്ള ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലോൺ. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കുന്ന എന്താണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, നമ്മളുടെ എന്താണ് നെഗറ്റീവായിട്ടുള്ള ആനോഡ് എന്നാണ് അർത്ഥം. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. എന്താണ് ഇവിടെ ഓക്കെ, എൽ എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡ് എന്നാണ്, ലെഫ്റ്റ്. ഇനി ഇവിടെ O എന്ന് കൊണ്ടത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഏത് റിയാക്ഷനാണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ. എ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആനോഡ്. പിന്നീട് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നെഗറ്റീവ് സൈന് എന്നുള്ളത് ഓർത്ത് വെക്കാം. അങ്ങനെ ഞാൻ ചെയ്തു, ഇവിടെ ഒരു വോൾട്ടാമീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. വോൾട്ടാമീറ്റർ എന്നാൽ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഗാൽവാനിക് മീറ്റർ ഒക്കെ കണ്ടിട്ടില്ലേ, കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഗാൽവാനോമീറ്റർ. ആ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ്. ഇനി ഞാനിവിടെ എന്ത് ചെയ്തു, ഈ 2 ഇലക്ട്രോലൈറ്റിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു, നമ്മളുടെ സോൾട്ട് ബ്രിഡ്ജ്. 2 ഇലക്ട്രോലൈറ്റിനെയും കൂടെ സോൾട്ട് ബ്രിഡ്ജിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്തു, ഇവിടെ ഗാൽവാനിക് മീറ്റർ കുറച്ചൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു. ഗാൽവാനിക് മീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലായി ഇവിടെ എന്തുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. The galvanic cell is an devices that convert chemical energy to electrical energy through a spontaneous redox reaction. റിഡോക്സ് റിയാക്ഷൻ എന്നാൽ ഇവിടെ ആനോഡിൽ ആര് നടക്കും, ഓക്സീകരണം നടക്കും, ഓക്സ് നടക്കും. കാഥോഡിൽ ആര് നടക്കും, റിഡക്ഷൻ നടക്കും. അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എഴുതി വെക്കുന്നുണ്ട്. സോ അതാണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. വാട്ട് ഈസ് ആൻ ഇലക്ട്രോലൈറ്റിക് സെല്ല്. എന്താണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞത്, നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു സെയിം അടുത്തൊരു രീതിയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ ഞാൻ ആര് ഫില്ല് ചെയ്യാണ്, നമ്മുടെ വാട്ടറിനെ ഫില്ല് ചെയ്യാണ്. വാട്ടറിനെ ഫില്ല് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോലൈറ്റും കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരു ഇലക്ട്രോലൈറ്റ്, ഇത് വാട്ടറാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റായിട്ട് ഞാൻ എടുക്കുന്നത്. ഇനി 2 ഇലക്ട്രോ റോഡുകളാണ് എടുക്കുന്നത്. 2 ഇലക്ട്രോ റോഡുകൾ, ഗ്രാഫൈറ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. ഗ്രാഫൈറ്റ് എടുക്കുന്നുണ്ട്. ഗ്രാഫൈറ്റും അതുപോലെ തന്നെ H2O കൂടി എടുത്ത്, എന്നിട്ട് ഇവർ 2 പേരെയും ഞാൻ എന്ത് ചെയ്തു, ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്തു. സെല്ലിൻ്റെ നെഗറ്റീവ് പാർട്ടും ഞാൻ എന്ത് ചെയ്തു, കാഥോഡിനും. ഇവിടെ ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാഥോഡിനും മറ്റേ സ്ഥലം ആനോഡിനും കൊടുക്കണം. ആനോഡിനുമാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ചെറിയ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. H2O എന്തായിട്ട് മാറുന്നു, നമ്മളുടെ 2H+ അയണും അതുപോലെ തന്നെ നമ്മളുടെ O-2 അയണുകളുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടായി, ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഞാൻ എന്താക്കി മാറ്റി, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടത്തി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
എന്താണ് ഗാൽവാനിക് സെൽ, ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽ ഈസ് ആൻ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ ഈസ് ആൻ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിനെ യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റി, കെമിക്കൽ എനർജി ഇവിടെ ഫോം ചെയ്തു, ഡീകമ്പോസിഷൻ നടന്ന് ഫോഴ്സിങ് ആൻഡ് നോൺ പൊട്ടൻഷ്യൽ റീഡോക്സ് റിയാക്ഷൻ ഇൻ ദി ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി ഡിഫറൻസസ് ഇൻ ദ ഗാൽവാനിക് ആൻഡ് എന്താണ് ഈ സെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഇതാണ് ഗാൽവാനിക് സെല്ല്, ഇതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഗാൽവാനിക് സെല്ല്, ഇലക്ട്രോലൈറ്റിക്, ഇത് ഈ 2 പോയിന്റ് എന്ത് ചെയ്യാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെക്കാം. ഇത് നമുക്കില്ല. സോ നമുക്ക് എന്ത് പഠിക്കാം, ജസ്റ്റ് നോക്ക്. എന്താണ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, ഇവിടെ എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. കൺസ്യൂം ഇലക്ട്രിസിറ്റി, കൺസ്യൂം എന്ത് ചെയ്യാണ്, അത് കറണ്ടിനെ എടുക്കുന്നു. കറണ്ട് ആവശ്യമാണ് എന്നുള്ള അർത്ഥം. കറണ്ട് ആവശ്യമാണ്, ആരാവശ്യമാണ്, കറണ്ട് ആവശ്യമാണ്, റിക്വയർ ആണ്. കറണ്ട് ആവശ്യമാണ്, റിക്വയർ ആണെന്ന് എഴുതി വെക്കാം. കൺസ്യൂം അല്ല റിക്വയർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ കറണ്ട് റിക്വയർ ആണ് എന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മളുടെ ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, എന്താണ് ഇലക്ട്രിസിറ്റി പുറത്ത് വിടുന്നു. ഇനി എന്താണ് പറയുന്നത്, ഇതവിടെ ആനോഡ് നമ്മൾ എന്താണ് നെഗറ്റീവാണ്. നമ്മൾ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു കോഡ് വെച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നടന്നത് ആനോഡിന് നെഗറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞു. ആനോഡിന് എന്താണ് നെഗറ്റീവ് നമ്പർ, ഇതാണ് ആനോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ആനോഡ്, ഇനി ആനോഡ് എന്താ പോസിറ്റീവ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. നേരെ ആരനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരുള്ളത്, നമ്മളുടെ ഇവർ ആക്ട് ചെയ്യുന്നത്. സോ അതാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു ബീക്കറും മറ്റൊരു ബീക്കറും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി, മറ്റൊരു ബീക്കറിലെ ഇലക്ട്രോലൈറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു ബീക്കറിൽ ഞാനൊരു ഇലക്ട്രോലൈറ്റിന് എടുത്തു, ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ്, ഇവിടെ മറ്റൊരു ഇലക്ട്രോലൈറ്റ്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മളുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. ഈ ബ്രിഡ്ജ് 2 ഇലക്ട്രോലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇത് മെയിൻറ്റെയിൻ ഇലക്ട്രിസിറ്റി ന്യൂട്രാലിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ സർക്യൂട്ട്. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക, ഇത് വേണമെന്നില്ല. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ കംപ്ലീറ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വോൾട്ടാമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു കണ്ടക്ടർ വേണം, ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് വേണം, ഒരു റോഡ് വേണം, ആ റോഡിനനുസരിച്ചിട്ടുള്ളൊരു ഇലക്ട്രോലൈറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഫിഗർ കംപ്ലീറ്റ് ആവും. ഇനി ഗാൽവാനിക് സെല്ല് ഈസ് എ വിച്ച് ഡയറക്ഷൻ ഡു ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രം ഓക്സിഡേഷൻ, കാഥോഡ്, റിഡക്ഷൻ. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് ഗാൽവാനിക് സെല്ല്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഓക്സിഡേഷൻ ആനോഡിലാണ്, നെഗറ്റീവ് സൈഡ് ലോൺ. ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ആനോഡ് എവിടെയാണ് നടക്കുന്നത്, ആനോഡ് ഓക്സിഡേഷൻ, അതുപോലെ തന്നെ കാഥോഡിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റിലോട്ട് പോവാം. വാട്ട് ദ ഇലക്ട്രോ റോഡ് യൂസ്ഡ് ടു സിങ്ക് അയൺ ഇൻ ദ ഗാൽവാനിക് സെൽ. അതായത് ഇലക്ട്രോ റോഡ് റിയാക്ഷൻ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ റോഡ് റിയാക്ഷനിൽ എന്താണ് ZnS ആകുന്നുണ്ട്. എപ്പോൾ 2 Zn2+ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് ആനോഡിലാണ്. അപ്പോൾ ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ എന്നാണ് അർത്ഥം. ലോസ് ഓഫ് എന്താ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് അർത്ഥം. എന്താണ് ലോസ് ഇലക്ട്രോണ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇനി എന്താണ് Cu2 ഈ ഇലക്ട്രോൺ വിട്ട് കൊടുത്തിട്ട് Cu ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ എന്താണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ നമുക്കൊരു കോഡ് എന്ന് പറയാനുള്ളത് എന്താണ്, ഇവിടെ ഈ ഒരു സ്ഥലത്താണ് ഈ എയർ വരുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഓക്സിഡേഷനാണ് എന്ന് പറയാം. ഇക്വേഷൻ ഓക്സിഡേഷൻ ആണെന്ന് പറയാം. ഇനി ഈ സ്ഥലത്താണ് നമ്മളുടെ ഇത് പറയുന്നത്, ഇത് റിഡക്ഷൻ എന്ന് പറയും. ടെക്സ്റ്റിൽ നല്ല വൃത്തിക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് വാട്ട് ഈസ് ഇലക്ട്രോലൈസിസ്. ഇലക്ട്രോലൈസിസ് ഈസ് എൻ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പറയാം. കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ പറയാം, നമ്മളുടെ ഇലക്ട്രോലൈസിസിനെ പറയാം. ഇലക്ട്രോലൈസിസ് ഈസ് എൻ മോൾട്ടൺ ക്ലോറൈഡ്. ഒരു മോൾട്ടൺ സ്റ്റേറ്റിലും ക്ലോറൈഡിനെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, NaCl അതുപോലെ തന്നെ NaCl നമ്മൾ മോൾട്ടനും അതിന് വെച്ചിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താ പറയുന്നത് നോക്കാം.
ഇറ്റ് ഈസ് എൻ കെമിക്കൽ ഡീകമ്പോസിഷൻ. ശരിക്കും അതങ്ങനെയല്ല. സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി മോൾട്ടൺ ആസിഡ് ആ ഒരു നമ്മുടെ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൈസിസ് ഈസ് എ പ്രോസസ് ഇലക്ട്രോലൈറ്റ് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ചസ് വെൻ ഇലക്ട്രിസിറ്റി പാസ് ഔട്ട്. നമ്മൾ ടെക്സ്റ്റിൽ എന്താ കൊടുത്തത് വെച്ചാൽ നമ്മൾ ഒരു ഇതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടു. ആരെ? ഇലക്ട്രിസിറ്റി കടത്തി വിട്ടപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നതാണ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ടിന് കടത്തിയിടുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. കെമിക്കൽ ഡീകമ്പോസിഷൻ വെൻ സബ്സ്റ്റൻസ് ഇലക്ട്രോ. ടെക്സ്റ്റിൽ നമ്മൾ നല്ല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ നോട്ട് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ പ്രൊഡക്റ്റ് ഫോർമഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ് ഓഫ് എ മോൾട്ടൺ NaCl. മോൾട്ടൺ NaClൻ്റെ സമയം നമ്മുടെ എന്താണ് ഇലക്ട്രോലൈസിസ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കും. അപ്പോൾ നമ്മളറിയാം നമ്മളെങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതെപ്പോഴാണ് മോൾട്ടൺ സ്റ്റേറ്റിലാണ് അല്ലേ? മോൾട്ടൺ സ്റ്റേറ്റിൽ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു 2 ഗ്രാഫൈറ്റ് ഉണ്ടാവും. ആ 2 ഗ്രാഫൈറ്റിലും ആരുണ്ടാവും? എന്താണ് PT നെഗറ്റീവ് കാഥോഡിലും പോസിറ്റീവ് ആനോഡിലും ആയിരിക്കും. ആ സമയം നമ്മളുടെ NaClൻ്റെ കൂടെ ഉണ്ടാവും H2Oയും അങ്ങനെ കുറേ അയണുകൾ ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ റിയാക്ഷനുകളാണ് പഠിക്കേണ്ടത്. ഓക്കെ. അറ്റ് ഇവിടെ H2 ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. ഈ കാഥോഡിൽ ആര് ലിബറേറ്റ് ചെയ്യും? H2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇത് മോൾട്ടൺ സ്റ്റേറ്റിൽ പ്രൊഡക്റ്റ് മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, അവിടെ സമയം. അതുപോലെ തന്നെ Cl2 ഗ്യാസ് എവിടെ ലിബറേറ്റ് ചെയ്യും? നമ്മുടെ Cl2 ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ്, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. സോറി, ഞാൻ ചിത്രം വരച്ച് മാറിപ്പോയിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് നോർമലി പറയുന്നതാണ് കാഥോഡിൽ എങ്ങനെയാണ്, ആനോഡിൽ എങ്ങനെയാണ്. നമ്മളൊരു ഇലക്ട്രോ റോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഗ്രാഫൈറ്റിനെയും ഞാൻ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിസിറ്റിയുമായിട്ട് കറണ്ട് കണ്ടെത്തി വിട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഒരു മീറ്റർ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു റിയാക്ഷൻ നടന്നു. അങ്ങനെ റിയാക്ഷൻ നടന്നപ്പോൾ എന്തൊക്കെ ഇവിടേക്ക് കിട്ടി നോക്കാം. ഇവിടെ ഞാൻ ലെഫ്റ്റിൽ പോസിറ്റീവായിട്ടുള്ള ആനോഡിനെയും നെഗറ്റീവായിട്ടുള്ള കാഥോഡിനെയും എടുത്തു. പോസിറ്റീവ് നെഗറ്റീവും കണ്ടെത്തി നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ NaCl, നമ്മളുടെ NaCl എന്തുവായിട്ട് മാറുന്നുണ്ട്? Na+ ആണ്, Cl- ആണെന്ന് നമുക്കറിയാം. ഈ Cl- ആരെ അട്രാക്റ്റ് ചെയ്യും? നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള അയൺ അട്രാക്റ്റ് ചെയ്യും. ആരെ അട്രാക്റ്റ് ചെയ്യും? നെഗറ്റീവായിട്ടുള്ള കാഥോഡിനെ അട്രാക്റ്റ് ചെയ്യും അല്ലേ? കാഥോഡിനെ അട്രാക്റ്റ് ചെയ്യും. നമ്മളുടെ Na ആരായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു? ആനോഡുമായിട്ടും കാഥോഡുമായിട്ട് Na അട്രാക്റ്റ് ചെയ്യുന്നു. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ Na അയണ് ഇവിടെ എന്താണ്? റിഡക്ഷൻ നടന്നിട്ട് Na പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഓക്സിഡേഷൻ നടക്കുന്നു. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട് എന്ന് പറയാം. സോഡിയം മെറ്റൽ ഇവിടെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്മളുടെ ക്ലോറിൻ ഗ്യാസ് അവിടെ ഒരു പെയിൽ ഗ്രീനാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ H2 ഈ ഒരു ഭാഗത്ത് നമ്മളുടെ Na ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. Na സോഡിയം മെറ്റൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് ആയിട്ടുള്ള സിൽവർ ആയിട്ടുള്ള ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റ് ബൈ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. വൈ ഇലക്ട്രോലൈസിസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട്? ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഹൈലി റിയാക്റ്റീവാണ്. കനോട്ട് എക്സ്ട്രാക്ട് ബൈ സിമ്പിൾ റിഡക്ഷൻ. ഓൺലി ഇലക്ട്രോലൈസിസ് ഡീകമ്പോസിഷൻ ക്യാൻ റിലീസ് ദം എന്ന് പറയാം. ഇനി വാട്ട് ഹാപ്പൻസ് ആനോഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ്? ഇലക്ട്രോലൈസിസിൻ്റെ സമയത്ത് ആനോഡ് എന്താ നടത്തുന്നത്? ഓക്സിഡേഷനാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെക്കുക, ആനോഡിൽ എപ്പോഴും എന്താണ്? ഓക്സിഡേഷനാണ്. എപ്പോഴും ഗാൽവാനിക് സെൽ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ എപ്പോഴും എന്താണ്? ഒരു ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, ഓക്സിഡേഷനായിട്ടും നടക്കുന്നുണ്ടാവുക. ഓക്കെ, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനായിട്ടും നടക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് ഹാപ്പൻസ് ദ കാഥോഡ് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ്? ഇലക്ട്രോലൈസിൽ കാഥോഡ് എല്ലാ സമയത്തും ഗാൽവാനിക് ആയിക്കോട്ടെ എല്ലാ സമയത്തും ഇവിടെ ചാർജുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും എപ്പോഴും എന്ത് നടക്കുള്ളൂ? റിഡക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. നടക്കുള്ളൂ? റിഡക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. ആൾക്ക് എപ്പോഴും എന്താണ്? റിഡക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. സോ അത് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് പോവാം. ഇതിനെ കംപ്ലീറ്റ് നമ്മളുടെ എവിടെ കൊടുക്കുന്നുണ്ട്? ഫോക്കസ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ഫോക്കസ് സ്റ്റഡി കമ്മ്യൂണിറ്റിയിൽ ചെക്കൗട്ട് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? നമ്മളുടെ ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫോക്കസ് സ്റ്റഡിയുടെ ക്ലാസ്സോ കാണാം.
വാട്ട് ഈസ് മോൾട്ടൺ ഇലക്ട്രോലൈറ്റ്? മോൾട്ടൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an ionic bond melted by heating so that it forms free ions and becomes conductive. ഒരു മോൾട്ടൺ സ്റ്റേറ്റ് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അയണിക് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും ഫ്രീ ഫോം അയൺസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ടായിട്ടും ഉണ്ടാവും, ഫ്രീ ടു മൂവ് ആണ്, അവിടെ നിന്ന് കണ്ടക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ആൻസർ അങ്ങനെയാണ് വരുന്നത്. ഇലക്ട്രോൺ ബിക്കം തിക്കർ ആയിട്ട് വരുന്നുണ്ട് CuSO4. കാരണം എന്താണ്, അവിടെ Cu2+ അയേൺസുകൾ എപ്പോഴും എങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ ഒരു CuSO4ൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോഡ് ബിക്കംസ് തിന്നർ ഇൻ ദ Cu ഗാൽവാനിക്സ് സെൽ വൈ? Zn electrodes become thinner because Zn മൂവ് ടു ദ സൊല്യൂഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് അത്യാവശ്യം പറയുന്നുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, അലുമിനിയം, സോഡിയം, ഇലക്ട്രോപ്ലേറ്റിംഗ്, കോട്ടിംഗ് ഓഫ് വിത്ത് മെറ്റൽസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, മാനുഫാക്ചറിങ് കോമ്പൗണ്ടുകൾ, പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമ്പ്യൂർ മെറ്റൽസ്. ഇതൊക്കെ നമ്മളുടെ ടെക്സ്റ്റിൽ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. കുറച്ച് മെറ്റൽസ് എക്സാമ്പിൾസും പറയുന്നുണ്ട്, അതും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് വൈ ഇറ്റ് ഡൺസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഡെപ്പോസിറ്റ് എ തിൻ മെറ്റൽ ലെയർ ഓൺ ദ അനദർ ഒബ്ജക്റ്റ് ഇലക്ട്രോലൈസിസ്, പ്രൊട്ടക്ഷൻ ഓഫ് കൊറോഷൻ,